Dear students, welcome to Aljasa online classes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതാണ് പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് എൻട്രീസ് അണ്ടർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 62 ആണ് കേട്ടോ. എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ, അതായത് GST എന്ന് പറയും, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ അക്കൗണ്ടിങ് എൻട്രീസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. GST പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് CGST ആൻഡ് SGST. CGST മീൻസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഈക്വലി ഡിവൈഡ് ചെയ്താണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. 5% ഉണ്ട്, 6% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. അങ്ങനെ ഓരോരോ പെർസെൻറ്റേജിലായിരിക്കും CGSTയുടെ റേറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മളിപ്പോൾ നോക്കുന്നത് 6%, അതായത് 12% ആണ്. GST റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. GST റേറ്റ് 12% എന്ന് പറയുമ്പം CGST 6%ഉം SGST 6%ഉം രണ്ടും ഈക്വലി ഡിവൈഡ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻപുട്ട് GST ഉണ്ട്, ഔട്ട്പുട്ട് GST ഉണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻപുട്ട് GSTയും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് GST. സെയിൽ ചെയ്യുമ്പോൾ പുറത്തോട്ടല്ലേ പോകുന്നത് അല്ലേ? സെയിൽ ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകുന്നത് അതിനെ ഔട്ട്പുട്ട് GST എന്ന് പറയും. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ഇൻപുട്ട് GST ആണ്. സെയിൽ ചെയ്യുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് GST ആണ്. GST പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? CGST ആൻഡ് SGST. അതുപോലെ തന്നെ ഇൻപുട്ട് GST ഉണ്ട്, ഔട്ട്പുട്ട് GST ഉണ്ട്. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, അതുപോലെ തന്നെ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. ക്ലിയർ ആയോ? ഇനി നമുക്ക് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, സുമൻ ബോട്ട് ഗുഡ്സ് വർത്ത് ₹2 lakh ഓൺ ക്രെഡിറ്റ്. 2 ലക്ഷം രൂപയുടെ സാധനം എന്ത് ചെയ്തു? സുമൻ എന്ത് ചെയ്തു? ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരുന്നത്? ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിനാണ് അല്ലേ? പ്രത്യേകം പറയുന്നുണ്ട് ഓൺ ക്രെഡിറ്റ് ആണെന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ. സാധാരണ നമ്മൾ എൻട്രി അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാറ് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 2 lakh അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ GST വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരുന്നത് നോക്കാം. പർച്ചേസ് അക്കൗണ്ട് എത്രയാണ്? 2 lakh ആണ്. 2 ലക്ഷം രൂപയുടെ സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ കൂടെ എന്തുണ്ട്? 6% CGST ഉണ്ട്, 6% SGST ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ കാണിക്കും? പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് GST ആണെന്ന് ഞാൻ പറഞ്ഞത്? ഇൻപുട്ട് GST അല്ലേ? അപ്പോൾ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഇൻപുട്ട് CGST 6% ഉണ്ട്, ഇൻപുട്ട് SGST 6% ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 2 lakh, അതിൽ മാറ്റമൊന്നുമില്ല, 2 ലക്ഷം രൂപ അതുപോലെ തന്നെ എഴുതുക. പിന്നീട് നെക്സ്റ്റ് എന്ത് വരും? പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് എന്തും കൂടെ വന്നിട്ടുണ്ട്, അവിടെ ടാക്സ് വന്നിട്ടുണ്ടല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നിട്ടുണ്ട്. നമ്മൾ ആ സാധനത്തിന് 6% വീതം CGSTയും SGSTയും കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻട്രി എങ്ങനെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 2 lakh കാണിക്കുക. പിന്നീട് ഇൻപുട്ട് CGST അല്ലേ? പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് GST വരുന്നത്? ഇൻപുട്ടാണ്. സെയിൽ ചെയ്യുമ്പോൾ ഏതായിരുന്നു? ഔട്ട്പുട്ട്. അപ്പോൾ പർച്ചേസാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് GST വരും? ഇൻപുട്ട് CGST ഉണ്ട്, ഇൻപുട്ട് എന്തുണ്ട്? SGST. CGST എന്താണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SGST എന്താണ്? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ക്ലിയർ ആയോ? അപ്പോൾ എൻട്രി എങ്ങനെയാണെന്ന് നോക്കിയേ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 2 lakh കാണിക്കുക. അതിൻ്റെ കൂടെ GST എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ? നമ്മൾ ഒരു ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ടാക്സ് കൊടുക്കുന്നു പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് അല്ല. എക്സ്പെൻസിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻപുട്ട് CGST എത്ര കാണിക്കും? 2 ലക്ഷത്തിൻ്റെ മൊത്തം എങ്ങനെയാണ്? 6% വീതമാണ് അല്ലേ? ടെക്സ്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 6% പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഈ 2 ലക്ഷത്തിൻ്റെ 6%. എത്രയാണ് 2 ലക്ഷത്തിൻ്റെ 6%? 12,000. ഇൻപുട്ട് CGST എത്ര കാണിക്കുക? 12,000 കാണിക്കുക. ഇൻപുട്ട് SGST എത്ര തന്നെ കാണിക്കുക? 12,000 കാണിക്കുക. ഈ 12,000 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 6% വീതമാണ് GST എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് മൊത്തം 12%. 12%ത്തിന് ഈക്വലി ഡിവൈഡ് ചെയ്തു. 6%, 6%. SGST 6%, CGST 6% എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ലക്ഷം രൂപയുടെ എന്ത് കാണണം?
CGST 6% കാണണം, SGST 6% കാണണം. അപ്പോൾ എൻട്രി എങ്ങനെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ നോക്കിയേ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 2 lakhs, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ 12,000. എങ്ങനെയാണ് 12,000 വന്നത്? ഈ 2 ലക്ഷത്തിൻ്റെ 6%, പിന്നെ ഇൻപുട്ട് SGSTയും 12,000, അതും 2 ലക്ഷം രൂപയുടെ 6% ആണ്. പിന്നെ ടോട്ടൽ എത്ര വരും? ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റർ നമ്മൾ എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? 2,24,000 രൂപ വേണം കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ ഫസ്റ്റ് എൻട്രി? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? ഹി സോൾഡ് ഗുഡ്സ് ₹2,70,000 ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഓൺ ക്രെഡിറ്റ്. കേരളയിൽ അല്ലേ, കേരളത്തിൽ ആർക്കാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 2,70,000 രൂപയുടെ സാധനം വിറ്റു, കേരളത്തിലുള്ള ഒരാൾക്ക് വിറ്റു, അതാണ് പറയുന്നത്. ക്രെഡിറ്റിനാണ് വിറ്റത് അല്ലേ. ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ നമുക്ക് ആരാ ഉണ്ടാകുന്നത്? ക്രെഡിറ്ററാണോ ഡെറ്ററാണോ? നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഡെറ്ററും, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നത് ആരാണ്? നമ്മുടെ ക്രെഡിറ്ററുമാണ്. അപ്പം നമ്മൾ സാധനങ്ങൾ വിറ്റു അല്ലേ, വിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായി? ഒരു ഡെറ്റർ ഉണ്ടായി. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്ര കാണിക്കും? ഈ 2,70,000 ആണോ കാണിക്കണ്ടേ? അല്ല അല്ലേ. ടു സെയിൽസ് അക്കൗണ്ട് എത്ര തന്നെ കാണിക്കും? 2,70,000 കാണിക്കണം. പിന്നീട് എന്തുണ്ട്? സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ടാക്സ് ഇങ്ങോട്ടാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്യുക? ഔട്ട്പുട്ടാണ്. സെയിൽ ചെയ്യുമ്പോൾ വരുന്ന GST എന്താണ്? ഔട്ട്പുട്ട് GST. ഔട്ട്പുട്ട് GST അക്കൗണ്ട് CGST അക്കൗണ്ട് എത്ര കാണിക്കും? 2,70,000ത്തിൻ്റെ 6% ആയ 16,200 കാണിക്കണം. അതോടൊപ്പം തന്നെ ഔട്ട്പുട്ട് SGSTയും 6% തന്നെയാണ്, അതും എത്രയാണ്? 16,200. ടോട്ടൽ എത്ര വരും? 3,02,400. അതാണ് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഈ 3,02,400 എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? GST ചേർത്തിട്ടുള്ളത് കേട്ടോ. രണ്ടിൻ്റെയും 6% വീതം GST ചേർത്തിട്ടുള്ള എമൗണ്ട് വേണം ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ കാണിക്കണം. അതിൽ ശരിക്കും നമുക്കിനി എത്ര തരണം? 3,02,400 രൂപയാണ് തരേണ്ടത്. ക്ലിയർ ആയോ? അടുത്തത് എന്താ പറയുന്നത്? റെയിൽവേ ട്രാൻസ്പോർട്ട് ചാർജസ് പെയ്ഡ് ₹16,000. 16,000 റെയിൽവേ ചാർജ് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ട് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ 20 എത്രയാണ്? ട്രാൻസ്പോർട്ട് ചാർജസ് എത്രയാണ് വന്നേ? 16,000. പിന്നെ ഇൻപുട്ട് GST അതിൻ്റെ 6%, SGSTയും 6% ടു ബാങ്ക് അല്ലേ, ടു ബാങ്ക് അക്കൗണ്ട്. പിന്നെ ഹി ബോട്ട് 2 ബില്ലിംഗ് മെഷീൻസ് ഫോർ ₹20,000. 20,000 രൂപയുടെ ബില്ലിംഗ് മെഷീൻ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ബില്ലിംഗ് മെഷീൻ അക്കൗണ്ട് ഡെറ്റർ 20,000, ഇൻപുട്ട് GST 1,200, ഇൻപുട്ട് SGST 1,200. ടു ബാങ്ക് എന്നൊരു പ്രത്യേകം ടു ബാങ്ക് കാണിക്കണം എന്നില്ല, ക്യാഷ് ആയാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ടു ക്യാഷ് അക്കൗണ്ട് കാണിച്ചാലും ബാങ്ക് അക്കൗണ്ട് കാണിച്ചാലും കുഴപ്പമില്ല. ഓൺ ബാങ്ക് എന്നോ ഓൺ ക്യാഷ് എന്നൊന്നും പ്രത്യേകം സ്പെസിഫൈ ചെയ്യാതുകൊണ്ട് ചുമ്മാ ബാങ്ക് അക്കൗണ്ടിന് മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷൻ എങ്കിൽ അങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് വരുന്നത്. ക്യാഷ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ ടു ക്യാഷ് എന്ന് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്? പോസ്റ്റൽ ചാർജസ് പെയ്ഡ് 4,000. പോസ്റ്റൽ ചാർജസ് കൊടുത്തു. പോസ്റ്റൽ ചാർജസിന് എത്ര കാണിക്കുക? 4,000 കാണിക്കുക. അതിൻ്റെ ഇൻപുട്ട് CGST ഇൻപുട്ട് SGSTയും എത്ര വരും? 240 വീതം വരും. പിന്നെ ബാങ്ക് അക്കൗണ്ട് എത്ര കാണിക്കുക? 4,480. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് GSTയും ഔട്ട്പുട്ട് GSTയും തമ്മിലുള്ള ഡിഫറൻസ് വരും അല്ലേ. നമ്മൾ ആക്ച്വലി എത്ര രൂപ ഇനി നമുക്ക് പേയബിൾ ആണോ, നമുക്ക് റീഫണ്ടബിൾ ആണോ, നമ്മുടെ ബാലൻസ് കിട്ടുവാണോ, അതായത് നമ്മൾ ടാക്സ് കൊടുക്കുകയും ടാക്സ് നമ്മുടെ കയ്യിൽ ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ആ എമൗണ്ട് ആക്ച്വലി നമ്മൾ പേ ചെയ്താൽ മതി. ഇനി ഈ ഔട്ട്പുട്ട് കൂടുതലും ഇൻപുട്ട് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുക. ബാലൻസ് പേയ്മെൻറ്റിന് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ എങ്ങനെ എൻട്രി ചെയ്തെന്ന് നോക്കി. ഔട്ട്പുട്ട് CGST അക്കൗണ്ട് എത്രയുണ്ട്? 16,200. ഔട്ട്പുട്ട് SGST അക്കൗണ്ട് എത്രയുണ്ട്? 16,200. ഇൻപുട്ട് CGST എത്രയുണ്ട്? 14,400. ഇൻപുട്ട് SGST എങ്ങനെയുണ്ട്? 14,400. അതെങ്ങനെയാണ് ഈ 16,200ഉം 14,400 വന്നെന്ന് മനസ്സിലായോ? ഈ ഓരോ എൻട്രിയിലും നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഓരോ എൻട്രീസ് എടുത്തിട്ട് അതിൻ്റെ ടോട്ടലാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ എങ്ങോട്ട് മാറ്റി? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് 3,600 രൂപ. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ നോട്ട്സിൽ ടെക്സ്റ്റിൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയെടുക്കുക കേട്ടോ. ടെക്സ്റ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ട്രാൻസാക്ഷൻസ്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 times മസ്റ്റായിട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കണം എല്ലാ സ്റ്റുഡൻസും. ആരൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടോ അവരെല്ലാവരും കറക്റ്റായിട്ട് 3 times ചെയ്ത് അയച്ചിട്ടുണ്ടാവണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.